ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാനൊരു ഫ്രഷ് കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രഷ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, കണ്ടന്റ് എന്താണെന്ന് വെച്ചാല് ഞാൻ ChatGPT എടുക്കാൻ പറഞ്ഞു എനിക്കൊരു കഥ പറഞ്ഞതാണ്. അതായത് എന്തായിരുന്നു ഞാൻ പറഞ്ഞു, കോമഡി ആൻഡ് ത്രില്ലർ ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞതാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കെന്റെ യൂട്യൂബ് ചാനലിൽ പറയാനായിട്ടാണ്, അപ്പൊ അങ്ങനത്തെ ഒരു കഥ വേണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ChatGPT ഒരു കഥ തന്നു. ഞാനിത് വായിച്ചില്ല. ഞാൻ കരുതി നിങ്ങളുടെ കൂടെ ഞാനും ആ കഥ ഫ്രഷ് ആയിട്ട് കേൾക്കാം എന്ന് വെച്ചിട്ട് ഞാൻ വായിച്ചില്ല. അപ്പൊ നമുക്കത് വായിക്കാം. ഓക്കെ, അപ്പോ തുടങ്ങാം. ഓക്കെ, അപ്പൊ കഥയുടെ പേരെന്താണ്? തള്ളന്റെ പുത്തൻ ബിസിനസ്. ഓക്കെ, സോ ഇതില് കഥാപാത്രങ്ങളെ തന്നിട്ടുണ്ട്. കഥാപാത്രം എന്ന് പറയുമ്പോൾ സുൽത്താൻ തള്ളൻ. അതെന്ന് പറഞ്ഞാൽ പഴയ കുഴപ്പക്കാരൻ ഇപ്പോൾ കഷ്ടപ്പെട്ടിരിക്കുന്നു. പഴയ കുഴപ്പക്കാരനായിട്ടുള്ള ഒരാൾ ഇപ്പൊ കഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നു ഉദ്ദേശം. പിന്നെ ഒരു ശശി ഉണ്ട്. ശശി എന്ന് പറഞ്ഞാൽ തള്ളന്റെ കൂട്ടുകാരനാണ്, ചെറു കള്ളന്മാരിൽ ഒരാളാണ്. ഓക്കെ, പിന്നെ രമണി ടീച്ചർ ഉണ്ട്, റിട്ടയർ ചെയ്ത സ്കൂൾ ടീച്ചർ. ശരി, പിന്നെ SI ബഷീർ ഉണ്ട്, അതൊരു പോലീസ് ഓഫീസറാണ്. ഓക്കെ, ഇനി നമുക്ക് കഥ വായിക്കാം. ഓക്കെ, എന്താവും? സുൽത്താൻ തള്ളന്റെ പഴയ ദിവസങ്ങളെല്ലാം പോയി. ഇപ്പോൾ പണമില്ല, പാർട്ടിയില്ല. ഒരു ദിവസം ശശി വന്നു. അതടുത്താണ്. ഒരു ദിവസം ശശി വന്നു. എന്നിട്ട് ശശി പറയാ, തള്ള പുതിയൊരു ബിസിനസ്. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ അവര് ഹിന്ദി എഴുതിയിരിക്കുന്നു. ബിസിനസ് ഐഡിയ ഉണ്ട്, കുപ്പിവെള്ളം വിൽക്കാം, അത്രക്കില്ല. വില്ലേജിലെ ജീവനുള്ള ഭൂതങ്ങളെ പൂട്ടിയിട്ട് ജാർ വിൽക്കാം. നല്ല ബിസിനസ് ആണ്. ഒന്ന് കുപ്പിവെള്ളം വിൽക്കുക, അതത്രക്കില്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞുള്ളത് വില്ലേജിലെ ഭൂതങ്ങളെല്ലാം പിടിച്ചൊരു ജാറിലിട്ടിട്ട് അത് വിൽക്കാം. നല്ലത്. അപ്പൊ തള്ളം പറയാണ്, ഞാൻ വേറെ എന്തെങ്കിലും പാടില്ലേ? എന്തോ പറഞ്ഞേ. പക്ഷെ പണം കിട്ടുമെന്ന് കരുതി തള്ളനൊപ്പം ചേർന്നു. പണം കിട്ടുമെന്ന് വെച്ചിട്ട് ശശി പറഞ്ഞതുമായിട്ട് അയാൾ യോജിച്ചു. ഇവർ രണ്ടുപേരും ഒരു പഴയ ഭീകരമായ വീട് കണ്ടെടുത്തു. അവിടെ ചില പഴയ ശബ്ദങ്ങൾ ഇവർക്ക് കേട്ടു. അവിടെ പ്രേതമുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ പ്രേതത്തിന്റെ സൗണ്ട് ഇട്ടു. അപ്പൊ തള്ളൻ, ഇവിടെ ശരിക്കും ഭൂതം ഉണ്ടാകുമോ? ശശി, ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ സാറിന്റെ മകനായതുപോലെ ആക്ട് ചെയ്താൽ ഇവിടെ എല്ലാ ഭൂതവും ഉണ്ടെന്ന് നാട്ടുകാരെ പറയിക്കാം. എന്താ മനസ്സിലായില്ല? ഒരു മിനിറ്റ്. നമുക്ക് അടുത്ത ബാക്കി ഭാഗം വായിക്കാം. ഇവരുടെ ഭൂതപ്പൂട്ടൽ ബിസിനസ് സ്റ്റാർട്ടായി. അപ്പൊ ബിസിനസിന്റെ പേരെന്താ? ഭൂതം പൂട്ടൽ. ഓക്കെ, അതാണ് ബിസിനസിന്റെ പേര്. ജാറുകൾ വിൽപ്പനയ്ക്കുണ്ടായി. ഈ ജാറ് ലളിതാമ്മയുടെ ഭൂതമുണ്ട്. ഇതിൽ കാണാപ്പിടിയനായ രാജാവിന്റെ ആത്മാവുണ്ട്. അതായത് ഓരോ ജാറ് ഇങ്ങനെ ജാറ് വെച്ചേക്കാണ്. ഈ ജാറിന്റെ പേരെന്താ? ലളിതാമ്മയുടെ ഭൂതം. എന്നിട്ട് വേറെ ജാറ്. ഈ ജാറിലെന്താ? കാണാപ്പിടിയനായ രാജാവിന്റെ ആത്മാവ്. അങ്ങനെ ഓരോ ജാറിലും പ്രേതത്തെ അടച്ചേക്കാം. നാട്ടുകാരെ ഭയപ്പെടുത്തി 500 രൂപയ്ക്ക് വിൽക്കാം അവര് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രമണി ടീച്ചർ വന്നു. രമണി ടീച്ചർ പറയാ, ഞാൻ എന്റെ ഭർത്താവിന്റെ ആത്മാവ് തിരിച്ചെടുക്കണം. എനിക്ക് എന്റെ ഭർത്താവിന്റെ ആത്മാവ് തിരിച്ചെടുക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഉണ്ടാകുമോ? നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുമോ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഇതിനെന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ തള്ളം പറഞ്ഞു, ഇടയ്ക്ക് ഇങ്ങനെ ശശിയെ നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ട് ടീച്ചർ, അതിന്റെ പ്രത്യേക ജാർ 5000 രൂപയാണ്. 5000 രൂപയ്ക്ക് ടീച്ചറിനെ വിൽക്കാൻ ഒരു പ്ലാൻ ചെയ്യണേ. അപ്പോ ടീച്ചർ എന്നിട്ട് പറഞ്ഞു, അവളുടെ വീട്ടിൽ കൊണ്ടുപോയതും എല്ലാ കോമാടികൾ സംഭവിച്ചു. മറ്റന്നാൾ പുലർച്ചെ നിങ്ങളും ഞാൻ ഒരു കാര്യം തന്നെ മനസ്സിലാക്കുന്നേ. അതായിരിക്കും ഉദ്ദേശിച്ചത്. വീട് മുഴുവൻ തിരിമറിയായി. ചുമരിലൊരു കുറിപ്പ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മക്കളെ. രമണ ടീച്ചറിന്റെ
രമണി ടീച്ചറിന്റെ ഭർത്താവിന്റെ പ്രേതം. അപ്പൊ തള്ളൻ പറഞ്ഞേ, ശശി അത് നമുക്ക് ആക്ട് ആക്കിയതല്ലേ? ഓ, അത് ശശി ആക്ട് ചെയ്തല്ലേ എന്നാ ഉദ്ദേശിക്കുന്നേ എന്ന് തോന്നുന്നു. എന്നിട്ട് ശശി പറഞ്ഞു, ഇല്ലല്ല ഞാൻ ആ കുറിപ്പ് എഴുതിയതല്ല. കണ്ടാ, അപ്പം ശശി അല്ല എഴുതിയത്. തവളം വിചാരിച്ചെന്താ ശശിയാ എഴുതിയത്. എന്നിട്ട് എസ് ഐ ബഷീർ വന്ന് വീട്ടിൽ തള്ളനെയും ശശിയെയും പിടിച്ചു. എന്നിട്ട് ബഷീർ പറഞ്ഞു, നിങ്ങൾ തോന്നിയതെല്ലാം കള്ളം പറഞ്ഞ് പൈസ അടിച്ചു, ഇനി പോലീസ് സ്റ്റേഷനിൽ ജാറിൽ അടച്ചു വെക്കാം. എന്നിട്ട് അവരെ ജാറിൽ അടച്ചു വെക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ക്ലൈമാക്സ് എന്ന് അറിയാമോ? രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശബ്ദം കേട്ടു, ഞാൻ ഇതുവരെ പൂട്ടിയ ജാറിൽ തന്നെ ആരും തുറക്കരുത്. എസ് ഐ ബഷീർ പെട്ടെന്ന് ഓടി വന്നു. സ്ക്രീൻ ഗോസ് ബ്ലാങ്ക്. ഇതാണ് ChatGPT തന്ന കഥ. വളരെ മികച്ച കഥയായിരുന്നു. ഇതിൽ എന്താ കോമഡി, എന്താ ത്രില്ലർ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ ഭാഷ അവർക്ക് മനസ്സിലാവാത്ത. എന്തായാലും ഇതുപോലുള്ള കഥകൾ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതാദ്യമേ വായിക്കണമായിരുന്നു, എന്നിട്ട് വേണമായിരുന്നു ഞാൻ കണ്ടന്റ് ആക്കാൻ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ രണ്ടുപേരും ഒരുപോലെ കിളി പോയിരിക്കില്ലേ ഗൈസ്, അപ്പൊ കുഴപ്പമില്ല. ബൈ.